ഹായ് വെൽക്കം ടു ഡീക്ലട്ടറിങ് മൈസെൽഫ്. ഇന്ന് ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു ഷോയുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, മെൻ്റലിസ്റ്റ് ആദി അദ്ദേഹത്തിൻ്റെ ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു ഷോ ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്താണ് ഞാൻ ഈ ഒരു ഷോ കണ്ടത്. ബട്ട് ഇത് ഓൾ കേരളത്തിന് പുറത്തും ഒക്കെ മിക്ക ജില്ലകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടൊരു ഷോയാണ്, പർട്ടിക്കുലർ ടൈം അനുസരിച്ച്. ആൻഡ് ഈ ഒരു ഷോയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് മുന്നേ മെൻ്റലിസ്റ്റ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ മെൻ്റലിസ്റ്റ് എന്ന് ആദ്യം തൊട്ടേ അറിയപ്പെട്ട് തുടങ്ങിയ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. അതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ പേഴ്സണലി കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലൊക്കെ മെൻ്റലിസം കുറച്ച് ഫേമസ് ആവാൻ കാരണമായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, പ്രേതം 2. അതിനകത്ത് ജയസൂര്യയുടെ ക്യാരക്ടർ. ആൻഡ് ആ ക്യാരക്ടറിന് അല്ലെങ്കിൽ ജയസൂര്യയ്ക്ക് ട്രെയിനിങ് കൊടുത്തത് ഇദ്ദേഹമാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു പ്രോഗ്രാമാണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ സജഷൻസൊക്കെ വന്നിട്ട് ഇൻസോംനിയ അദ്ദേഹം ഹോസ്റ്റ് ചെയ്ത പല സ്ഥലങ്ങളിൽ നിന്നുള്ള ചില റാൻഡം വീഡിയോസ് ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അത് എന്തായിരിക്കും ഈ ഒരു ഷോ. ആ ഒരു ഷോർട്സ് ഒന്നും കണ്ടാൽ ശരിക്കും നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് കറക്റ്റ് മനസ്സിലാവത്തില്ല. ആൻഡ് അവിടെ ഇപ്പം വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുമ്പം എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് ശരിക്കും അറിഞ്ഞും പറഞ്ഞും ഒന്നും അറിയേണ്ട സംഭവമല്ല, അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് എന്ന്. അക്ഷരാർത്ഥത്തിൽ ആ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ കണ്ടൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ ഈ ഒരു ഷോ കാണാൻ പോയത്. ബട്ട് ഭയങ്കര അമേസിങ് ആയിട്ടൊരു ഷോ ആയിരുന്നു. ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ബട്ട് സമയം പോയത് നമ്മൾ അറിഞ്ഞേയില്ല. എനിക്കൊന്ന് 2.5 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സമയം പോയത് നമ്മൾ അറിയത്തേയില്ല. അത്രയും എൻഗേജിങ് ആയിട്ട് ഒരു വൺ മാൻ ഷോ എന്ന് പറയാം. ഞാൻ ഈ 2.5 മണിക്കൂറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് കൂടെ വേറെ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ മിക്സിങ് മ്യൂസിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നാണ്. ബട്ട് ഒന്നുമില്ല. ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് ആ ഒരു ഷോ കംപ്ലീറ്റ്ലി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ശരിക്കും ഒരു വൺ മാൻ ഷോ തന്നെയായിരുന്നു. ആൻഡ് ഭയങ്കര അമേസിങ് ആയിട്ടൊരു പ്രോഗ്രാമാണ്. ഞാനത് എന്താണെന്ന് പറയുന്നില്ല. ബേസിക് മെൻ്റലിസത്തിൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാമല്ലോ. അതായത് നമ്മുടെ മനസ്സിൽ എന്താണ് എന്ന് അവർ പറയും. ആൻഡ് അത് പറയുന്നത് എന്നുള്ളതിനേക്കാൾ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ഷോ എൻഗേജ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മളെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ട്രിക്ക് തൊട്ട് നമ്മളിങ്ങനെ ഭയങ്കര വണ്ടർ ആവുകയാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ വണ്ടറായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. ഭയങ്കര നല്ലൊരു ഷോ ആയിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര സർപ്രൈസിങ് ആണ്. ശരിക്കും മിറാക്കിൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മളിങ്ങനെ ഈ ഷോ നമ്മളിങ്ങനെ എൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും അവിടെ ഇരിക്കുമ്പോൾ ഓർക്കത്തില്ല. എങ്കിൽ പോലും അത്രയും അതിൻ്റെ എൻ്റെ ആ ഒരു ക്ലൈമാക്സ് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഭയങ്കര ഒരു മിറാക്കിൾ പോലെ ആണ് അദ്ദേഹം ആ ഷോ എൻഡ് ചെയ്യുന്നത്. ഭയങ്കര നല്ല പ്രോഗ്രാമാണ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ഷോസിനൊന്നും പോകാറില്ല. ബട്ട് എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇത് അധികം പേർക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനലല്ലാതെ ഈ പറയുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ല. ആൻഡ് അതിൽ തന്നെ ആ ഒരു ഗ്ലിംസൊക്കെ ഇടുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവത്തുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോയാണ്. ആൻഡ് നെക്സ്റ്റ് ഇത് മെയ് 23 കരുനാഗപ്പള്ളിയിൽ വരുന്നുണ്ട് 5 മണിക്ക്. ആൻഡ് അതിനുശേഷം കണ്ണൂർ, എറണാകുളം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. ഒരു ഷോ നമുക്ക് എവിടെ കാണാം അല്ലെങ്കിൽ ഇതിന് പോകാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IndiaEve.com എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമുക്ക് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 1000, 2000, 3000, 5000 ഇങ്ങനെ പല റേഞ്ചിലാണ് ടിക്കറ്റ് ഉള്ളത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. ആൻഡ് ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം ഏത് റേഞ്ചിൽ ടിക്കറ്റ് എടുത്താലും നമ്മളെ അദ്ദേഹം ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു ഷോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മുടെ വാച്ചും ഫോണും ഒരു കവർ തരും, ഒരു പൗച്ച് തരും. ആ പൗച്ചിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറയും. അതിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറയുന്നതും ഈ പറയുന്ന വാച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറയുന്നതും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ സമയം നോക്കി നമ്മൾ ഇരിക്കരുത്. കാരണം ശരിക്കും അദ്ദേഹം ഈ ഷോയ്ക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് 1 മണിക്കൂർ കഴിഞ്ഞല്ലേ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു ഷോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. അഫോർഡബിൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് പോയാൽ മതി, നമ്മുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പറ്റിയാൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോകൾക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.